കഴിയാതെ പോയത് ഈ വിഷയത്തിൽ ആഴമേറിയ വെൽമ ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു ത്വരീഖത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് എന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട്. അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ്. ഇപ്പൊ അവസാനം ഹാഫിദിനെ കുറിച്ചുള്ള ചർച്ച വന്നു. ആ ചർച്ചയിലും നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ അപ്പുറം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. കാരണം ഹബീബായ മുഹമ്മദ് റസൂൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ മുഷാവറയിൽ ആലിമീങ്ങൾക്കിടയിൽ ചർച്ച വന്നു. ആരെപ്പറ്റി? കുരുവട്ടൂർ ഹാഫിദിനെ പറ്റി. അയാൾ ഒരു കപടനാണ് എന്നും അയാളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് പാലിച്ചുകൊണ്ട് എല്ലാവരും മാറ്റി വച്ചിരുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒളിഞ്ഞു കളികളും വേറെയുള്ളതൊക്കെ നടന്നിരുന്നു. അപ്പോൾ വിശദീകരിക്കാനൊന്നും നേരില്ല. നൗഷാദിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലെ ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ. അങ്ങനെ ഈ നൗഷാദ് അന്ന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് എന്താ വെച്ചാൽ, സമസ്തയിലെ ആലിമ്യങ്ങൾ എന്ത് തീരുമാനം എടുത്തോ ആ തീരുമാനം തന്നെ ആയിരിക്കും നമ്മൾ എടുക്കുക എന്ന്. കുരുവട്ടൂർ ഹാഫിദിനെ പറ്റി ചർച്ച വന്നിരുന്നു. ആ ചർച്ച വന്ന സമയത്ത് ഞാൻ ആലിമ്യങ്ങൾ എന്ത് തീരുമാനം എടുത്തു അതിൻ്റെ പിന്നാലായിരിക്കും, നമ്മളെ ഉസ്താദുമാരെന്ത് തീരുമാനം എടുത്തു അതിൻ്റെ പിന്നാലായിരിക്കും ഉണ്ടാകുക. അതല്ലാതെ ഏതെങ്കിലും എവിടെന്നെങ്കിലും വന്ന ഈ മൗഢ്യന്മാരെ പിന്നാലെ പോയാൽ ഞാനൊരു മൗഢ്യനാവുന്നു, പൊട്ടനാവുന്നു. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ പൊട്ടനായി. ഇപ്പോൾ അവൻ പൊട്ടത്തരത്തിലുള്ളത്. 13 വർഷമായി ആ പൊട്ടന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പൊട്ടൻ നൗഷാദ്. ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ വ്യക്തമായി ഇവൻ പറയുകയും ക്യാമറയ്ക്ക് മുമ്പിൽ ഇത് പറയുകയും അത് വീഡിയോയ്ക്ക് ജനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തതിന് ശേഷമാണ് യാതൊരു ഉളുപ്പും കഥയില്ലാതെ പിന്നെ അവൻ വളക്കുച്ചി ചാടിയത്. എനിക്ക് നിങ്ങളെ സംഘടന പൊളിക്കാൻ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. കാരണം എന്താ, അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്ത ആളാ ഞാൻ. ഇതൊന്ന് കേട്ടോക്കെയാണ്. 10 മിനിറ്റ് കൊണ്ട് സംഘടന പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് 14 കൊല്ലം നിരന്തരമായി ഉള്ള കവലകളിലൊക്കെ പോയിട്ട് ഗോമൂത്ര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തെയ്യൂർ കുഞ്ഞമ്മദും അതുപോലെ സമ്മദ് പമ്പീസും പിന്നെ ഈ പറഞ്ഞ അനുവരിയും അല്ല എന്താ പിന്നെ പേര് നൗഷോന്തും. എന്തെങ്കിലും സംഘടനയ്ക്ക് പറ്റുമോ? ഇല്ല. അതിനൊന്നും വില കൊണ്ട് കഴിയൂല. ഇവരെ പിന്നെ ഇങ്ങനെ കവല തോറും കവല ഇങ്ങനെ മലീമസമാക്കിക്കൊണ്ടിരിക്കും. ആലിമീങ്ങളുടെ പച്ചമാംസം പച്ചക്ക് തെറി പറഞ്ഞിട്ട് അത്ര മാത്രമേ കഴിയുള്ളൂ. ഇപ്പം പറയുന്നത് എന്താണ്? ഗീർവാണം 10 മിനിറ്റ് മതി. 10 മിനിറ്റ് മതിച്ചെങ്കിൽ എന്തിനാ കുട്ടിയെ 14 കൊല്ലക്കാലം ഇതിൻ്റെ പിന്നാലെ നടന്നു? പിന്നെ മറ്റവൻ പറയേണ്ടത് എന്താ? ലോകം മൊത്തം നിയന്ത്രിക്കണ ഇപ്പോൾ ഞാനാണ്. നിയന്ത്രിക്കണ ഓനെന്താ ഈ സംഘടന പെട്ടെന്ന് അടിച്ചു പൂട്ടാൻ വേണ്ടി സെക്കൻഡ് പോലെ വല്ലാത്ത ജാതി. ഇതൊക്കെ വിശ്വസിക്കണം വെച്ചെങ്കിലേ